ഹലോ ഗൈസ് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകണം ഗെയിമിൻ്റെ അകത്ത് എങ്ങനെ നമ്മുടെ ഡിഫൻസ് ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. പലരും പറയുന്നത് കേൾക്കാറുണ്ട് അവരുടെ ഡിഫൻസ് നേരെ നിൽക്കുന്നില്ല, ഡിഫൻസ് പെട്ടെന്ന് ബ്രേക്ക് ആവുന്ന, ഏത് മാനേജറിട്ട് കളിച്ചിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഈ ഗെയിമിൻ്റെ അകത്ത് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ നോക്കി കളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യങ്ങൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഒരു 6 ഡിഫെൻറ്റീവ് ടിപ്സ് എന്തായാലും പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കി അത്യാവശ്യം കളിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡിഫെൻഡ് ബ്രേക്ക് ആവാണ്ട് കളിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് കണ്ട് പറയാനായിട്ടുള്ളത് യൂസ് ബാലൻസ്ഡ് ഫോർമേഷൻ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർമേഷൻ ക്രിയേഷൻ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഫോർമേഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് വരുന്നത്. അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൻസീവ് കോമ്പോസ് സെറ്റ് ചെയ്യുക. അതിപ്പോൾ നമ്മുടെ സെൻറ്റർ ബാക്സ് തമ്മിലുള്ള കോമ്പോസ് ആയാലും ഫുൾ ബാക്സ് തമ്മിലുള്ള കോമ്പോസ് ആയാലും മസ്റ്റായിട്ട് നിങ്ങളൊരു കോമ്പിനേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യണ സെൻറ്റർ ബാക്ക് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ട്രോയർ പ്ലസ് ബിൽഡപ്പ് അല്ലെങ്കിൽ ഡിസ്ട്രോയർ പ്ലസ് ഫുൾ ബാക്കാണ്, ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ കളിപ്പിക്കുന്നത്. ഒരിക്കലും നമ്മളൊരു 2 ഡിസ്ട്രോയർ അല്ലെങ്കിൽ 2 ബിൽഡപ്പ് ആ ഒരു കോമ്പിനേഷൻ ഒരിക്കലും ചൂസ് ചെയ്യരുത്. നമുക്ക് എന്തായാലും ഡിഫൻസ് ബ്രേക്ക് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ സെൻറ്റർ ബാക്ക് ഇടുന്ന പ്ലെയേഴ്സിൻ്റെ മെയിനായിട്ട് വേണ്ട ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് അത്യാവശ്യം എന്തായാലും വേണ്ട തന്നെയാണ്. ഡിഫൻഡേഴ്സ് ആകുമ്പോൾ അത്യാവശ്യം ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സ് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡാണ്. സ്പീഡ് ഒരു 85+ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇട്ടിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഫോർവേഡ്സിനൊക്കെ അത്യാവശ്യം നല്ല സ്പീഡ് കൂടുതലാണ്, അവർ കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ സെൻറ്റർ ബാക്സിൻ്റെ കാര്യത്തിൽ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ ഫുൾ ബാക്സിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഒരു കോമ്പിനേഷനായിട്ട് ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ട് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ട് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡിഫൻസ് വളരെ വീക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഫുൾ ബാക്സ് ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത്യാവശ്യം നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അറ്റാക്ക് ചെയ്തുകൂടി കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിനെ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത്. എപ്പോഴും നല്ലൊരു ഡിഫൻസീവ് കോമ്പിനേഷൻസ് സെറ്റ് ചെയ്തിട്ട് മാത്രം കളിക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് DMF ആണ്. മെയിനായിട്ട് ഇപ്പോൾ DMFന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ DMF എപ്പോഴും നിങ്ങളൊരു ആങ്കർമാനെ തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും നമ്മുടെ DMF കളിക്കുന്ന പ്ലെയേഴ്സിന് അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആങ്കർമാൻ എപ്പോഴും മസ്റ്റാണ്. ഇപ്പോൾ 2 DMF ഇട്ട് കളിക്കുന്നവരാണെങ്കിൽ ഒരു ആങ്കർമാൻ പ്ലസ് ഡിസ്ട്രോയർ അല്ലെങ്കിൽ ഒരു ബോക്സ് പ്ലെയർ എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ സ്ക്വാഡിൽ വേണം. അപ്പോൾ 2 DMF ഇട്ട് കളിക്കുന്ന, അതായത് നമ്മുടെ 4-2-2 ഫോർമേഷനുള്ള രീതിയിൽ 2 DMF ഇട്ട് കളിക്കുന്ന ഒരു പ്ലേയേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റർ ബാക്ക് ഇട്ടേക്കുന്ന ഡിസ്ട്രോയറിനെ നേരെ മേളിൽ കൊണ്ടുപോയിട്ട് ഡിസ്ട്രോയർ ആയിട്ടുള്ള DMFനെ ഇട്ട് വെക്കരുത്. അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് തന്നെ ക്രിയേറ്റ് ആകും. അപ്പോൾ ഈസി ആയിട്ട് അതിൻ്റെ അകത്തുകൂടി ഗോൾ അടിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്നും നോക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് ഇതാണ്. എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പ്ലെയറാണ് DMF. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇട്ട് കളിക്കുക. അപ്പോൾ നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരുന്നത് ക്ലിയറിംഗ് ആണ്. അതായത് നമ്മൾ ക്ലിയർ സ്പാം ചെയ്ത് കളിക്കണമെന്നല്ല, നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ മുമ്പിലൊരു പ്ലെയർ ഉണ്ട്, നമ്മളെങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻ്റർസെപ്റ്റ് ആകുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെ കളയാൻ നോക്കുക. മാക്സിമം നമ്മൾ ആ ഫ്രണ്ടിലിട്ട് പാസ് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു 80% നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യണത്. അപ്പോൾ ആ ഒരു കാര്യം നോക്കി വെക്കുക. ഇതൊരു മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ക്ലിയർ ബട്ടൺ പ്രോപ്പർലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഡിഫൻഡ് നേരെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ടിപ്പ് വരുന്നത്. ക്ലിയർ ബട്ടൺ പ്രോപ്പർലി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാച്ചപ്പാണ്. മാച്ചപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഗെയിം പ്ലേൻ്റെ അകത്ത്. അപ്പോൾ മാച്ചപ്പ് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു ഇൻ്റർസെപ്ഷൻ നമുക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ നമ്മൾ കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്യാവശ്യം നല്ല രീതിക്ക് ഇൻ്റർസെപ്ഷൻ കിട്ടത്തുള്ളൂ. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ മാച്ചപ്പ് ഞെക്കി പിടിച്ചിട്ട് നമ്മുടെ അനലോഗ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒപ്പോണൻറ്റിൻ്റെ പാസസ് പ്രെഡിക്റ്റ് ചെയ്ത് അനലോഗ് ആ ഒരു രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് നടത്തി നമുക്ക് ഈസി ആയിട്ട് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് പാസ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒപ്പോണൻറ്റിൻ്റെ പാസ് എങ്ങോട്ടാണെന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഡിഫെൻഡീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൻ്റെ അകത്തൊരു പ്രൊഫഷണലായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ പാസ് പ്രഡിക്ഷൻ മസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5th ടിപ്പായിട്ട് നമുക്ക് പറയാനുള്ളത്. എപ്പോഴും ഒരു പാസ് പ്രഡിക്റ്റൊക്കെ ചെയ്ത് നല്ല രീതിക്ക് മാച്ചപ്പ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടിപ്പായിട്ട് വരുന്നത്. ഈ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ പ്രസ് ചെയ്യാണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ഗെയിമിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വരുത്തുന്ന മിസ്റ്റേക്ക്. ഓവർ പ്രസ് ചെയ്ത് ഗോൾ മേടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഈ പ്രസ്സിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് വെറുതെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻസ് ഈസി ആയിട്ട് ബ്രേക്ക് ആയി പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഡിഫൻഡേഴ്സ് വെച്ചൊന്നും അധികം പ്രസ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം DMF ഒക്കെ വെച്ച് പ്രസ് ചെയ്യാൻ നോക്കുക. ആ ഒരു രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഡിഫൻസീവ് ലൈൻ ആ ഒരു സ്റ്റേബിളായിട്ട് തന്നെ നിൽപ്പുണ്ടാവും.
അപ്പോൾ മെയിനായിട്ട് ഈ ഒരു 6 ടിപ്സാണ് എനിക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഒന്നും കൂടി പറയാനാണെങ്കിൽ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുക, ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം പറയാനാണെങ്കിൽ നല്ലൊരു ഫുൾ ബാക്സ് അതേപോലെ തന്നെ സെൻറ്റർ ബാക്സ് കോമ്പിനേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ DMF ആണ്, DMFന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നാലാമത്തെ കാര്യം ക്ലിയർ ബട്ടണാണ്, പ്രോപ്പർലി ക്ലിയർ ബട്ടൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം പറയാനാണെങ്കിൽ പാസ് പ്രഡിക്ഷൻ അതേപോലെ തന്നെ മാച്ചപ്പ് അത് നല്ല രീതിക്ക് ചെയ്യാൻ നോക്കുക. അത് ലാസ്റ്റ് വണ്ണാണ് ഓവർ പ്രസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടിരുന്ന് കളിക്കുക. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓക്കെ.